ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സരത്തിലാൽ. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാതകങ്ങളും വാതക നിയമം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. നമ്മുടെ ചാനലിൽ വാതകങ്ങളും വാതക നിയമങ്ങളും ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റും ഉണ്ട്, ഗ്യാസ് ലോസ് എന്ന് പറയുന്നത്. ആ ഗ്യാസ് ലോസ് എന്ന പ്ലേലിസ്റ്റ് എടുക്കുക. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ ഓരോ പാർട്ടായിട്ട് നമ്മൾ വാതക നിയമങ്ങളും വാതകങ്ങളും എന്ന ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യുക, ആ ക്ലാസ് പോയി കാണുക. എപ്പോഴും ഞാൻ പറയുന്ന കൂട്ടം തന്നെ, നീ ക്ലാസ് പ്രയോജനപ്പെട്ടാൽ മാത്രം, ഉപകാരപ്പെട്ടാൽ മാത്രം മാക്സിമം കൂട്ടുകാരിലൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വാതക നിയമം എന്ന ചാപ്റ്ററിൽ 10th 12th ഡിഗ്രി ലെവൽ എക്സാമിന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യനും അതിന്റെ എക്സ്പ്ലനേഷന്റെയും ഫസ്റ്റ് പാർട്ടാണ്, ആദ്യ പാർട്ടാണ്. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻ ഒരു 10 വർഷത്തിൽ ഈ 10th ലെവൽ +2 ഡിഗ്രി ലെവൽ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ഓക്കെ, അങ്ങനെ ഓരോ ടോപ്പിക്കും എടുത്തു കഴിഞ്ഞ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിനെല്ലാം വേണ്ട നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണ് കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുതും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് 12th ലെവൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ, +2 ലെവൽ വന്ന ക്വസ്റ്റ്യനാ. കാർബൺ ഡയോക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന എന്ത്? സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുന്നത് നമ്മൾ എന്ത് ചെയ്യോ, വലിയ സ്റ്റേറ്റ്മെന്റാ, ഇത് അറിയത്തില്ല, അങ്ങ് മാറ്റും. മക്കളെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അത് ഞാൻ ആ ഓപ്ഷൻ ഒന്ന് വായിക്കട്ടെ. ഓപ്ഷൻ എ എന്താ, 30.98 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിയെടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, രണ്ടാമത്തത് ബി സ്റ്റേറ്റ്മെന്റ്, കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് 30.98 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത എന്താ, കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിയെടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും താഴ്ന്ന ഊഷ്മാവാണ് 30.98 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലേ? അടുത്ത ഡി ഓപ്ഷൻ, 30.98 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കില്ല. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റ്. ഇത് പറയണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തു, വുമൺ CPOയിൽ വന്ന ക്വസ്റ്റ്യൻ അല്ലേ, യഥാർത്ഥ വാതകങ്ങൾ, ആദർശവാതക സ്വഭാവം കാണിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ അത് പറയാം. എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പറ, ഒരു വാതകം ഞാൻ എടുത്തു, ഗ്യാസ് എടുത്തു, ഒരു വാതകം എടുത്തു. ഈ വാതകത്തെ എനിക്ക് ദ്രാവകമാക്കണം. എന്ത് ചെയ്യണം? ഒന്ന്, മർദ്ദം കൂട്ടുക. 2, താപനില കുറയ്ക്കുക. അല്ലെ, മർദ്ദം കൂട്ടിയാൽ വാതകത്തെ എന്താക്കി മാറ്റാൻ പറ്റും? ദ്രാവകമാക്കി മാറ്റാൻ പറ്റും. വാതകത്തെ തണുപ്പിച്ചാലും എന്താക്കി മാറ്റാൻ പറ്റും? ദ്രാവകമാക്കി മാറ്റാൻ പറ്റത്തില്ലേ? ഓക്കെ, അപ്പം ഒരു ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റേണ്ട സാഹചര്യങ്ങൾ: 1, ഹൈ പ്രഷർ, മർദ്ദം കൂട്ടുക. 2, ലോ ടെമ്പറേച്ചർ, താപനില കുറയ്ക്കുക. മനസ്സിലായി? ഞാൻ പറഞ്ഞു ആ ക്ലാസ്സിൽ എന്താ നമ്മുടെ ഈ പറയുന്ന എന്താണ് നമ്മുടെ AC യുടെ പുറകിൽ കംപ്രസർ ഇല്ലേ, അറിയാലോ, കംപ്രസർ. ആ AC-യിലെ വാതകങ്ങൾ ഏതൊക്കെയാ? ഫ്രിയോൺ, അതുകൂട്ട് തന്നെ CFC പോലുള്ള വാതകങ്ങളാ. അതിനെ കംപ്രസ് ചെയ്താണ് ലിക്വിഡ് ആക്കുന്നത്. നമുക്കറിയാം, മർദ്ദം ഉപയോഗിച്ച്. അതുകൊണ്ടാണ് AC-യുടെ പുറകിൽ കഴിഞ്ഞ് വെള്ളം വീഴുന്നത്. ഞാൻ പറഞ്ഞു തന്നെയാ. അപ്പൊ ഒരു വാതകത്തെ ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ്: 1, ഹൈ പ്രഷറും, 2, ലോ ടെമ്പറേച്ചറും, ഉയർന്ന മർദ്ദവും താഴ്ന്ന താപനിലയും. മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞു എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ?
PV=nRT എന്നാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതൊക്കെ നമ്മൾ വ്യക്തമായി ക്ലാസ് എടുത്തയാ. എന്താ ഐഡിയൽ ഗ്യാസ് എന്ന് വെച്ചാൽ ഒരിക്കലും ഐഡിയൽ ഗ്യാസിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ സാധിക്കൂല. എന്താ, ഒരു ഐഡിയൽ ഗ്യാസിനെ ലിക്വിഡ് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കത്തില്ല. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന നമുക്കറിയാവുന്ന റിയൽ ഗ്യാസ് യഥാർത്ഥ വാതകങ്ങൾ ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ് യഥാർത്ഥ വാതകമാണ്, ഹൈഡ്രജൻ യഥാർത്ഥ വാതകമാണ്, ഓക്സിജൻ ഇതെല്ലാം എന്താണ്? യഥാർത്ഥ വാതകമാണ്. ഓക്കെ, എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV=nRT അല്ലെ? എല്ലാ താപനിലയിലും മർദ്ദത്തിലും ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? അനുസരിക്കണം. എന്താ? എല്ലാ താപനിലയിലും എല്ലാ മർദ്ദത്തിലും ഈ ഇക്വേഷൻ ഒബേ ചെയ്യണം. അങ്ങനെ ഈ ഇക്വേഷൻ ഒബേ ചെയ്താൽ, അനുസരിച്ചാൽ ആ വാതകങ്ങളാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. എല്ലാ താപനിലയിലും മർദ്ദത്തിലും ഈ ഇക്വേഷൻ ഒബേ ചെയ്യണോടെ, അനുസരിക്കണം. ആ വാതകങ്ങളാണ് ഐഡിയൽ വാതകം, ഐഡിയൽ ഗ്യാസ്, ആദർശവാതകം. എന്നാൽ യഥാർത്ഥ വാതകം, യഥാർത്ഥ വാതകത്തെ നമുക്ക് ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ അമോണിയ ലിക്വിഡ് ചെയ്യാൻ പറ്റും, ദ്രവീകരിക്കാൻ പറ്റും. അതല്ലേ ദ്രാവക അമോണിയ. നീ കാര്യം മനസ്സിലായോ? അങ്ങനെയാണ് ഏത് സാഹചര്യങ്ങളിലാണ് ഈ യഥാർത്ഥ വാതകം ആദർശവാതക സ്വഭാവം കാണിക്കുന്നത്? നമുക്ക് ആദർശവാതകം എന്ന് വെച്ചാൽ അവന്മാരെ ദ്രവീകരിക്കാൻ സാധിക്കൂല. ദ്രവീകരിക്കാൻ പറ്റുന്നതാണ് ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും. ഹൈ പ്രഷർ ഉന്നതമർദ്ദവും താഴ്ന്ന താപനിലയും. ദ്രവീകരിക്കാൻ പറ്റാത്ത എന്താ? ഒന്ന് പറഞ്ഞേ. ലോ പ്രഷർ, താഴ്ന്ന താപനില, ഹൈ ടെമ്പറേച്ചർ. ഈ കണ്ടീഷൻ രണ്ടും ഓർത്ത് വെച്ചോണം. ഇപ്പൊ ഒരു ഹൈഡ്രജൻ അല്ലെങ്കിൽ വേണ്ട കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു റിയൽ ഗ്യാസ് ആണ്, ഒരു യഥാർത്ഥ വാതകമാണ്. നിങ്ങൾക്കറിയാം അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഒരു യഥാർത്ഥ വാതകമാണ്. ഓക്കെ, ഒന്ന് പറഞ്ഞേ. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? യഥാർത്ഥ വാതകമാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ദ്രാവകമാക്കണമെങ്കിൽ എന്താണ്? ഹൈ പ്രഷർ കൂട്ടുക, ലോ ടെമ്പറേച്ചർ കുറച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ദ്രവീകരിക്കാൻ സാധിക്കും. സെറ്റാണോ? ഇനി ശ്രദ്ധിച്ചോണം മക്കളെ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ദ്രവീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഒന്ന് പറഞ്ഞ തിരിച്ചല്ലേ? എന്താ? ലോ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ. ഈ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും കാർബൺ ഡൈ ഓക്സൈഡ് ഐഡിയൽ ഗ്യാസ് പോലെ കാണപ്പെടും. യഥാർത്ഥ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് എന്തായി കാണപ്പെടും? ആദർശവാതകത്തെ പോലെ കാണപ്പെടും. ഏത് പ്രഷർ? ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ നോക്കാം. തോമസ് ആൻഡ്രൂസ് എന്ന സയന്റിസ്റ്റ്, നമുക്കറിയാം, അദ്ദേഹം ഒരു ഗ്രാഫ് വരച്ചു. എങ്ങനെ? കാർബൺ ഡൈ ഓക്സൈഡിനെ ദ്രവീകരിക്കുന്ന ഗ്രാഫ്. ആ ഗ്രാഫിന്റെ എക്സ് ആക്സിസ് ഇതല്ലേ? എക്സ് ആക്സിൽ അദ്ദേഹം വ്യാപ്തം കൊടുത്തു, വൈ ആക്സിൽ മർദ്ദം കൊടുത്തു. ക്ലിയർ? മർദ്ദം കൊടുത്തു. സെറ്റ് ആണല്ലോ? ഇത് ഐസോതേം ഗ്രാഫ് ആണ്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. നോക്കിയ മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച്, ഇദ്ദേഹം ആദ്യം ചെയ്ത 50 ഡിഗ്രി സെൽഷ്യസ് എന്ന താപനിലയിൽ എന്ത് ചെയ്തു? മർദ്ദം അപ്ലൈ ചെയ്തു. മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? വ്യാപ്തം കുറയും അല്ലേ? പക്ഷെ ആ ഗ്രാഫ് എന്താ? ഒരു ഹൈപ്പർബോളയാണ്. കണ്ടോ? എന്ന് വെച്ചാൽ 50 ഡിഗ്രി സെൽഷ്യസിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഐഡിയൽ ഗ്യാസിന്റെ സ്വഭാവം കാണിച്ചു. മനസ്സിലായോ? അപ്പൊ അദ്ദേഹം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ലോ പ്രഷർ, മർദ്ദം കുറയണം, ഹൈ ടെമ്പറേച്ചറിലും റിയൽ ഗ്യാസ് എന്താണ്? ഐഡിയൽ ഗ്യാസിന് സ്വഭാവം കാണിച്ചു. അപ്പൊ 50 ഡിഗ്രി സെൽഷ്യസിൽ
ഒരിക്കലും ഈ കാർബൺ ഡയോക്സൈഡിനെ ദ്രവീകരിക്കാൻ സാധിക്കൂല. കാരണം ഹൈ ടെമ്പറേച്ചറാ. വീണ്ടും അദ്ദേഹം ടെമ്പറേച്ചർ കുറച്ചു. എന്തായത് 31.1 ഡിഗ്രി ആക്കി. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്തു? കുറച്ചു. അപ്പൊ ഇദ്ദേഹം കാണാൻ സാധിച്ചു ഏകദേശം ഇതാണ് ഐഡിയൽ ഗ്യാസ്, ഒരു ഹൈപ്പർബോള കണ്ട. ഈ ഐഡിയൽ ഗ്യാസിൽ നിന്ന് എന്ത് ചെയ്തു? ഈ കാർബൺ ഡൈ ഓക്സൈഡ് വ്യതിചലിച്ചു ഏകദേശം റിയൽ ഗ്യാസിന്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് 30 ഡിഗ്രി ആയപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ദ്രവീകരിക്കാൻ സാധിച്ചു. മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രവീകരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഈ 30.98 ഡിഗ്രിയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതിന്റെ മലയാളമാണ് ക്രാന്തിക താപനില. അപ്പൊ എന്താ? മർദ്ദം കൊടുത്ത് ഒരു വാതകത്തെ ദ്രവീകരിക്കാൻ സാധിക്കുന്ന ഉന്നത താപനിലയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എന്ന് വെച്ചാൽ 30.98 ഡിഗ്രി വരെ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡിനെ ദ്രവീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരിക്കലും 31.1 ഡിഗ്രി മുതൽ ഈ 30.98 ഡിഗ്രിക്ക് മുകളിൽ എത്ര താപനിലയിലും ഒരിക്കലും കാർബൺ ഡൈ ഓക്സൈഡിനെ ദ്രവീകരിക്കാൻ സാധിക്കൂല. അപ്പൊ ഒരു വാതകത്തെ ദ്രവീകരിക്കാൻ സാധിക്കാവുന്ന ഏറ്റവും ഉയർന്ന താപനിലയാണ് എന്ത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലുള്ള നമ്മൾ അപ്പോൾ കൊടുക്കുന്ന ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ പ്രഷർ. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ പ്രഷർ 73 ആണ്. 73 atm ആണ്. മനസ്സിലായോ? അപ്പൊ എന്താ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ഒരു വാതകത്തെ ദ്രവീകരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന താപനിലയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എന്ന് വെച്ചാൽ ഈ 30.98 താഴെ എത്ര ടെമ്പറേച്ചറിലും കാർബൺ ഡൈ ഓക്സൈഡിനെ ദ്രവീകരിക്കാൻ സാധിക്കും? ഞാൻ ചോദിക്കാം, നിങ്ങൾ പറ. 30 ഡിഗ്രി സെൽഷ്യസിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ ദ്രവീകരിക്കാൻ സാധിക്കും. 29 ഡിഗ്രി സെൽഷ്യസിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ ദ്രവീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് 10 ഡിഗ്രി സെൽഷ്യസിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ദ്രവീകരിക്കാൻ സാധിക്കും. എന്നാൽ 31 ഡിഗ്രി സെൽഷ്യസിൽ ഒരിക്കലും കാർബൺ ഡൈ ഓക്സൈഡിനെ ദ്രവീകരിക്കാൻ സാധിക്കൂല. അപ്പൊ എന്താ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? മനസ്സിലായോ? ഓക്കെ. ഒരു വാതക പദാർത്ഥത്തെ മർദ്ദം ചെലുത്തി ദ്രാവകമാക്കി മാറ്റാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന താപനിലയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രാന്തിക താപനില എന്ന് പറയും. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഒരു മോൾ വാതകത്തിന് അതിന്റെ ക്രിട്ടിക്കൽ താപനിലയിലുള്ള വ്യാപ്തം, ആ ക്രിട്ടിക്കൽ താപനിലയിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ താപനില എത്ര? 30.98. ഈ ടെമ്പറേച്ചറിലുള്ള വ്യാപ്തത്തെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയും. എന്നാൽ ആ 30.98 ഡിഗ്രി ഇല്ലേ, 30.98 ഡിഗ്രി നമ്മൾ കൊടുക്കുന്ന മർദ്ദത്തെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ പ്രഷർ. ക്ലിയർ ആണോ? നോക്കിയാൽ മക്കളെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ പ്രഷർ 73. ഈ ടെമ്പറേച്ചറിൽ നമ്മൾ കൊടുക്കുന്ന മർദ്ദം കൊടുത്താലേ ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ? ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അതാണ് TC, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രാന്തിക താപനില. PC എന്താ? ക്രിട്ടിക്കൽ പ്രഷർ. VC ക്രിട്ടിക്കൽ വോളിയം. ഇതിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറയും, ക്രിട്ടിക്കൽ സ്ഥിരാങ്കം എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ പറ മക്കളെ, ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? 30.98 ഡിഗ്രിയിൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല, 30.98 ആണ് ഉയർന്ന താപനില. ഇതിന് താഴെ എത്ര ടെമ്പറേച്ചറിലും കാർബൺ ഡൈ ഓക്സൈഡിനെ മർദ്ദം കൊടുത്ത് എന്താക്കി മാറ്റാൻ പറ്റും? ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കും.
ക്ലിയർ? അപ്പൊ ഇതെന്താണ് തെറ്റാണ്. ഇനി കാർബൺ ഡയോക്സൈഡിനെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് അല്ലെ, ഉയർന്ന ഊഷ്മാവാണെന്ത്? 30.98 ഡിഗ്രി അല്ലേ. അടുത്ത നമുക്ക് വീണ്ടും നോക്കാം, അടുത്ത ഓപ്ഷൻ നോക്കാം. കിട്ടിയ ആൻസർ ബി. ഇത്രയുള്ള കാര്യം. കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും താഴ്ന്ന ഊഷ്മാവല്ല, ഉയർന്ന ഊഷ്മാവാ. ക്ലിയർ? ഇനി 30.98 ഡിഗ്രിയിൽ മാത്രമേ കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടി ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഉയർന്ന താപനിലയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ആൻസർ ബി ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകാൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം ഇതൊന്ന് പഠിച്ചു വെച്ചോ. ഇനി അടുത്തയാണ് മക്കളെ, ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞ ഡിഗ്രി മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? സ്കൂബ ഡൈവിംഗ് സമയത്ത് ആഴത്തിൽ നിന്നും മുകളിലേക്ക് കയറുമ്പോൾ ശ്വാസം പിടിച്ചു നിർത്തുന്നത് അപകടകരമാകുന്നത് എന്തുകൊണ്ടാ മക്കളെ? ഞാൻ പറയട്ടെ, നമ്മൾ സ്കൂബ ഡൈവേഴ്സ് താഴോട്ട് പോകുമ്പോൾ, കാരണം സമുദ്രത്തിന് അടിയിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും മക്കളെ? മർദ്ദം കൂടുമോ കുറയുമോ? മർദ്ദം കൂടും അല്ലെ. സമുദ്രത്തിന് അടിഭാഗത്തോട്ട് പോകുമ്പോൾ മർദ്ദം കൂടുകയും വ്യാപ്തം കുറയുകയും ചെയ്യുന്നു. ബോയിൽ നിയമം അല്ലേ? ഒന്ന് ആലോചിച്ച് നിങ്ങൾ. സമുദ്രത്തിന് അടിത്തട്ടിലോട്ട് പോകും തോറും മർദ്ദം എന്ത് ചെയ്യും? കൂടും, വ്യാപ്തം കുറയും. എന്നാൽ മുകളിലോട്ട് വരുന്തോറും എന്താണ് തിരിച്ചു സംഭവിക്കും? മുകളിലോട്ട് വരുന്തോറും തിരിച്ചു സംഭവിക്കും. എന്താണ് പറ? മർദ്ദം കുറയും, വ്യാപ്തം കൂടും അല്ലേ. അപ്പൊ നമ്മൾ അടച്ചു പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ എന്താണ്? നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ നമ്മുടെ ഈ സെല്ലിലേക്ക് എന്താണ്? വായു കുമിളകളുടെ വ്യാപ്തം കൂടുകയും അത് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ എന്താ? ബാഹ്യമർദ്ദം കുറയുന്നതിനാൽ ശ്വാസകോശത്തിലെ വായുവിന്റെ അളവ് ശ്വാസകോശത്തിലെ വായുവിന്റെ അളവ് വികസിക്കുമ്പോൾ ആ രക്തകോശങ്ങളൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഗ്യാസ് പുറത്തേക്ക് പോകണ്ടേ, നമ്മളെ ശ്വാസം പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ്? ഇത് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഏത് നിയമം? ബോയിൽ നിയമം. ചോദിച്ച ക്വസ്റ്റ്യനാ. ബാഹ്യമർദ്ദം കുറയുന്നതിനാൽ ശ്വാസകോശത്തിലെ വായു, കാരണം മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും. സെറ്റാണ്. ഇത് വ്യക്തമായിട്ട് നമ്മള് നിയമങ്ങൾ ചെയ്തിട്ടുണ്ട്. വ്യക്തമായി ക്ലാസ് കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം എന്ത്? നമുക്കറിയാം ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില എന്ന് പറയുന്നത് മർദ്ദത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആയിരിക്കും, നേരനുപാതമായിരിക്കും. എന്ന് വെച്ചാൽ മർദ്ദം കൂടുമ്പോൾ തിളനില കൂടും, മർദ്ദം കുറയുമ്പോൾ തിളനില കുറയും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ വീട്ടിൽ 2 ബീക്കർ എടുക്കുക, 2 പാത്രം. ഓക്കെ, 2 പാത്രവും നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെക്കുക. ഒരു പാത്രം നമ്മൾ ക്ലോസ് ചെയ്യുക, മൂടി വെക്കുക. പെട്ടെന്ന് ജലം തിളയ്ക്കുന്നത് ഏത് പാത്രമാ? മൂടി വെക്കുമ്പോൾ എന്താണ് പ്രഷർ കൂടുകയും മർദ്ദം കൂടുകയും തിളനില കൂടുകയും ചെയ്യുന്നു. സെറ്റാണ്. ഇനി നമുക്കറിയാം. അപ്പം പഠിച്ചോ, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മർദ്ദത്തിന്, അന്തരീക്ഷ മർദ്ദത്തിന് അല്ലെങ്കിൽ മർദ്ദത്തിന് നേരനുപാതമായിരിക്കും. ഇനി വേറെ എക്സാമ്പിൾ നമുക്കറിയാം. വീട്ടിൽ കുക്കറിലെ പ്രഷർ കുക്കർ. ഞാൻ പറയാം, സാധാരണ ഒരു പാത്രത്തിൽ ആഹാരം പാകം ചെയ്യുന്നതാണ് എളുപ്പം അഥവാ പ്രഷർ കുക്കറാണ്. കാരണം അവിടെ പ്രഷർ കൂടുതലാ. പ്രഷർ കൂടുമ്പോൾ തിളനില കൂടുന്നു, വേഗം ആഹാരം പാകം ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കാൻ വേണ്ട താപനില 120 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്കറിയാം ഉയർന്ന പ്രദേശത്തിൽ ജീവിക്കുന്ന ആളുകൾ, കാരണം ഇവിടുന്ന് മുകളിലോട്ട് പോകും തോറും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും മക്കളെ? കുറയും. അന്തരീക്ഷ മർദ്ദം കുറഞ്ഞാൽ തിളനിലയും എന്ത് ചെയ്യും? കുറയും അല്ലെ. അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു, അന്തരീക്ഷ മർദ്ദം കുറഞ്ഞ തിളനിലയും എന്ത് ചെയ്യുന്നു? കുറയുന്നു. അന്തരീക്ഷ മർദ്ദം കുറഞ്ഞാൽ തിളനിലയും എന്ത് ചെയ്യുന്നു? കുറയുന്നു.
മനസ്സിലായോ? അപ്പൊ ആഹാരം അല്ലെങ്കിൽ ജലം 100 ഡിഗ്രിനേക്കാൾ കുറഞ്ഞ താപനിലയിലെ തിളക്കത്തുള്ളൂ. അപ്പൊ ആഹാരം നല്ലോണം വേവത്തൊന്നുമില്ല. അതുകൊണ്ടാണ് അവിടുത്തെ ആളുകള് പ്രഷർ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ആൻസർ മർദ്ദം കുറവായത് കൊണ്ട്. കണ്ട, മർദ്ദം കുറവാണ്. സെറ്റ് ആണല്ലോ. അപ്പൊ മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു, മർദ്ദം കുറയുമ്പോൾ തിളനില കുറയുന്നു. അങ്ങനെ ജലത്തിന് തിളനില അല്ലെങ്കിൽ ജലം 100 ഡിഗ്രിനേക്കാൾ കുറഞ്ഞ താപനില തിളയ്ക്കും. അപ്പൊ ആഹാരം നല്ലോണം വേവത്തില്ല. അത് പരിഹരിക്കാനാണ് പ്രഷർ കുക്കർ പ്രഷർ കൂടുതലാണ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൈഡ്രോളിക് ബ്രേക്കിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം എന്താ? എല്ലാവർക്കും അറിയാം, പാസ്കൽ നിയമമാണ്. എന്താണ് പാസ്കൽ നിയമം? എന്താ പാസ്കൽ നിയമം എന്ന് വെച്ചാൽ ഒരു സമൃദ്ധ വ്യൂഹത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം എല്ലായിടത്തും ഒരുപോലെ എത്തുമെന്ന് പറയുന്ന നിയമമാണ് എന്ത്? പാസ്കൽ നിയമം. നമ്മൾ ടൂത്ത് പേസ്റ്റ് നമ്മൾ ജസ്റ്റ് ഞെക്കത്തില്ല, ഞെക്കുമ്പോൾ അതിൻ്റെ അകത്ത് പേസ്റ്റ് തള്ളി വരത്തില്ല. കാരണം ദ്രാവക, ഇത് വാതക നിയമം അല്ല കേട്ടോ. ഒരു സമൃദ്ധ വ്യൂഹത്തിൽ, ഒരു അടഞ്ഞ വ്യൂഹത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം എല്ലായിടത്തും ഒരുപോലെ എത്തും എന്ന് പറഞ്ഞ നിയമമാണ് എന്ത്? പാസ്കൽ നിയമം. ക്ലിയർ ആണോ? പേസ്റ്റ് നമ്മൾ ഞെക്കുമ്പോൾ ഒരിടത്ത് ഞെക്കുകൊണ്ട് എല്ലായിടത്തും ആ പേസ്റ്റ് പുറത്തേക്ക് വരത്തില്ലേ? ക്ലിയർ. ഇനി ഞാൻ ചോദിക്കട്ടെ, നമുക്കറിയാം ഈ JCB ഇല്ലേ, മണ്ണ് മാന്തി, എല്ലാവരും കണ്ടു കാണും JCB. ഓക്കെ, JCB നമുക്കറിയാം മണ്ണ് മാന്തുമ്പോൾ ഇവിടെ ഒരു ലിവർ ഉണ്ട്. ലിവർ ഇങ്ങനെ വെക്കുമ്പോൾ, ഇങ്ങനെ ആക്കുമ്പോൾ ചെറിയ ഇവിടെ കൊടുക്കുന്ന മർദ്ദമാണ്. ഇങ്ങനെ ആക്കുമ്പോൾ ആ തുമ്പിക്കൈ ഇങ്ങനെ പൊങ്ങും. പിന്നെ ഇങ്ങനെ ആക്കുമ്പോൾ മണ്ണ് മാന്തും അല്ലേ? അല്ലാതെ ഒരിക്കലും നമ്മൾ ആ തുമ്പിക്കൈ കൊണ്ട് വെട്ടുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ചെറുതായി കൊടുക്കുന്ന മർദ്ദം എല്ലായിടത്തും ഒരുപോലെ എത്തുന്നു. JCB. പിന്നെ അറിയാം ഹൈഡ്രോളിക് ലിഫ്റ്റ്. അറിയാമോ ലിഫ്റ്റ്? നമ്മുടെ കാറ് കഴുകുന്നത്. മനസ്സിലായോ? ഒരിടത്ത് കൊടുക്കുന്ന മർദ്ദമാണ് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്നത്. ഏത് നിയമമാണ്? പാസ്കൽ നിയമമാണ്. ആൻസർ ബി ആണ്, പാസ്കൽ നിയമം. ഒരു സമൃദ്ധ വ്യൂഹത്തിൽ ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുമെന്ന് പറഞ്ഞ നിയമമാണ് പാസ്കൽ നിയമം. ഇനി ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതകത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഇതൊക്കെ വ്യക്തമായി നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ? കാരണം പറയാം P1/V. ഇതെന്താണ് മക്കളെ? ഞാൻ പറഞ്ഞില്ലേ, പഠിപ്പിച്ച കാര്യം നിങ്ങൾ നോക്കണം ആ ക്ലാസ് കേട്ടാ. P1/V. P കൂടുമ്പോൾ P കൂടുമ്പോൾ V കുറയും. എന്നാൽ P കൂടുമ്പോൾ 1/V കൂടും. പോയിൽ നിയമമാണ് അല്ലെ? മർദ്ദം 1/V ബോയിൽ നിയമമാണ്. ഞാൻ പറഞ്ഞു തരാം, ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഒന്നാമത്തെ കോളത്തിൽ മർദ്ദം, രണ്ടാമത്തെ കോളത്തിൽ വ്യാപ്തം, മൂന്നാമത്തെ കോളത്തിൽ 1/V, നാലാമത്തെ കോളത്തിൽ PV അല്ലേ? ഒന്ന് വായിച്ചേ, നോക്കിയേ. PV 1/V PV. ഇത് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ എടുത്ത കാര്യമാണ് അല്ലെ? നോക്കിയേ മക്കളെ, മർദ്ദം 1 ATM അല്ലേ? വ്യാപ്തം 8 ലിറ്റർ ആണ്. അപ്പോൾ 1/V എന്താകും? 1/8 ആകും. PV P1 V8, 1 × 8 8 എന്ന് വരും. ഇത് കൃത്യമായിട്ട് ക്ലാസ് കണ്ടാൽ മതി അല്ലെ? ഇനി മർദ്ദം ഇരട്ടിയാവുക. മർദ്ദം ഇരട്ടി, 1 × ഇരട്ടി 2 ATM അല്ലേ? മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയും, 1/4 വരും. PV 2 P2 V4, 2 × 4 8 എന്ന് വരും. വീണ്ടും ഞാൻ മർദ്ദം കൂട്ടുക, 2 × ഇരട്ടി 4 ATM. മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയും, 2 ലിറ്റർ ആകും. 1/V 1/2 ആകും. PV 4 × 2 8 ആകും. ഇനി നോക്കിയേ, മർദ്ദം 1 2 4. മർദ്ദം കൂടിയപ്പോൾ വ്യാപ്തം കുറഞ്ഞു അല്ലേ? എന്നാൽ മർദ്ദം കൂടിയാൽ 1/V, മർദ്ദം 1 ATM ആയപ്പോൾ 1/V 1/8 ആണ് അല്ലേ? മർദ്ദം 2 ATM ആയപ്പോൾ 1/V 1/4 ആണ്. മർദ്ദം 4 ATM ആയപ്പോൾ 1/V 1/2 ആണ്. നിങ്ങൾ പറ, 1/8 ആണോ
1/4 ആണോ വലുത് എന്ന് പറഞ്ഞേ. 1/8 ആണോ 1/4 ആണോ വലുത്? നമുക്കറിയാം 1/4 ആ. 1/4 ആണോ 1/2 ആണോ വലുത്? 1/2 ആ വലുത്. എന്ന് വെച്ചാൽ മർദ്ദം കൂടുമ്പോൾ 1/v കൂടും. അതല്ലേ ഏത് നിയമമാണ്? ബോയിൽ നിയമമാണ്. ഇത് കാണാത്തവര് പാർട്ട് 2 ആണെന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തമായ ബോയിൽ നിയമം കാണുക. വ്യക്തമായ ഗ്രാഫ് ഒക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇനി ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം ഏത്? എന്താ ചാൾസ് നിയമം പറയുന്ന കാര്യം? ഒന്നുമില്ല മക്കളെ, വി പ്രപ്പോർഷണൽ ടു ടി അല്ലെ, ചാൾസിന്റെ ടി വി അല്ലെ, ചാൾസിന്റെ ടി വി. പഠിച്ചോണം മക്കളെ. ഇങ്ങോട്ട് ഞാൻ ഒരു കാര്യം പറയാം, പഠിച്ചോണം. ബോയിൽ നിയമമാണെങ്കിൽ വി പ്രപ്പോർഷണൽ ടു 1/p ആണ്. ഇത് ബോയിലാണ്. വി പ്രപ്പോർഷണൽ ടു 1/v, വി പ്രപ്പോർഷണൽ ടു 1/p അല്ലെ. ഇവിടെ p കൂടുമ്പോൾ v കുറയുന്നു. ഏത് നിയമം? ബോയിൽ നിയമം. വി പ്രപ്പോർഷണൽ ടു ടി, ചാൾസിന്റെ ടി വി, ചാൾസിന്റെ ടി വി. ഏത് നിയമം? ചാൾസ് നിയമം. പി ടി ഉഷയ്ക്ക് ലൂസായി, പി പ്രപ്പോർഷണൽ ടു ടി. ഗേ ലൂസാക്ക് നിയമം. വി പ്രപ്പോർഷണൽ ടു എൻ, അവഗാഡ്രോ നിയമം. ഇതൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. ഒന്ന് ഓർത്ത് വെച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ എന്താണ്? വി പ്രപ്പോർഷണൽ ടു ടി, ചാൾസിന്റെ ടി വി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വായു കുമിളകൾ താഴെ നിന്നും ജലത്തിനുപരിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഉദാഹരണമാണ്? നമുക്കറിയാം അടിഭാഗത്ത് എന്തായിരിക്കും? മർദ്ദം കൂടുതലായിരിക്കും. മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? വ്യാപ്തം കുറയും. എന്നാൽ മുകളിലോട്ട് ഉപരിതലത്തിലേക്ക് വരുമ്പോൾ മർദ്ദം കുറയും, വ്യാപ്തം കൂടും. മർദ്ദം കുറയും, വ്യാപ്തം കൂടും. വ്യാപ്തം എന്ന് പറയുന്നത് മർദ്ദത്തിന് വിപരീതാനുപാതം അല്ലെ. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും. ഏത് നിയമം? നമുക്ക് ഒരേ പൊളിക്ക് പറയാം, ബോയിൽ നിയമമാണ്. ബോയിൽ നിയമമാണ് അല്ലേ. ചാൾസിന്റെ നിയമം നമ്മൾ പഠിച്ചതാണ്, അവഗാഡ്രോ നിയമവും പഠിച്ചതാണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ ഗ്രഹാം നിയമം ഒന്ന് പറയാം. എന്താണ് ഗ്രഹാം നിയമം? ശ്രദ്ധിച്ചിരുന്നോണം. ഓക്കെ, എന്താ? ഒരു വാതകത്തിന്റെ വ്യാപന നിരക്ക്. എന്താ? ഒരു വാതകത്തിന്റെ വ്യാപന നിരക്ക്, വ്യാപിക്കാനുള്ള കഴിവ് വാതകങ്ങൾക്കല്ലേ. ഒരു വാതകത്തിന്റെ വ്യാപന നിരക്ക് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മോളിക്കുലാർ മാസിന്റെ വർഗമൂലത്തിന് സ്ക്വയർ റൂട്ടിന്, അല്ലെങ്കിൽ ഡെൻസിറ്റി സാന്ദ്രതയുടെ വർഗമൂലത്തിന് സ്ക്വയർ റൂട്ടിന് വിപരീതാനുപാതമായിരിക്കും. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. ഒരു വാതകത്തിന്റെ വ്യാപന നിരക്ക്, അതാണ് ആറാണ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ വാതകത്തിന്റെ മോളിക്കുലാർ മാസിന്റെ സ്ക്വയർ റൂട്ട്, മോളിക്കുലാർ മാസിന്റെ സ്ക്വയർ റൂട്ട്, അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ സ്ക്വയർ റൂട്ടിന് എന്തായിരിക്കും മക്കളെ? വിപരീതാനുപാതമായിരിക്കും. ക്ലിയർ ആണോ? എഴുതാത്തൊരു എഴുതി വെക്കുക. എന്താ ഗ്രഹാമിന്റെ നിയമം പറയുന്നത്? ഒന്നുമില്ല, ഒരു വാതകത്തിന്റെ വ്യാപന നിരക്ക് എന്ന് പറയുന്നത് അതിന്റെ മോളിക്കുലാർ മാസ്, ആ വാതകത്തിന്റെ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ആ വാതകത്തിന്റെ സാന്ദ്രതയുടെ വർഗമൂലത്തിന് വിപരീതാനുപാതമായിരിക്കും. ഒന്നും കൂടെ ഞാൻ പറയാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഏത് വാതകത്തിനാണോ മോളിക്കുലാർ മാസ് കുറവ്, ശ്രദ്ധിച്ചേക്ക, ഏത് വാതകത്തിനാണോ മോളിക്കുലാർ മാസ് കുറവ് ആ വാതകം നല്ലവണ്ണം വ്യാപിക്കും. ഏത് വാതകത്തിനാണോ മോളിക്കുലാർ മാസ് കുറവ് ആ വാതകം നല്ലോണം വ്യാപിക്കും, ഡിഫ്യൂസ് ചെയ്യും അല്ലേ. ഏത് വാതകത്തിനാണോ മോളിക്കുലാർ മാസ് കൂടുതൽ അത് വ്യാപിക്കാനുള്ള കഴിവ് എന്തായിരിക്കും? കുറവായിരിക്കും. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ. ഉദാഹരണം, ഹൈഡ്രജൻ എന്ന
ഹൈഡ്രജൻ. ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ക്ലോറിൻ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി നൈട്രജൻ. എന്റെ ക്വസ്റ്റ്യൻ, ഗ്രഹാമിന്റെ നിയമപ്രകാരം ഏത് വാതകമാണ് നല്ലതുപോലെ വ്യാപിക്കുന്നത്? ഏത് വാതകമാണ് നല്ലതുപോലെ വ്യാപിക്കുന്നത്? ആ വാതകത്തിന് എന്തായിരിക്കും മക്കളെ? മോളിക്കുലർ മാസ് കുറവായിരിക്കും. സെറ്റ് ആണല്ലോ. നോക്കാം. ഹൈഡ്രജന്റെ അറ്റോമിക മാസ് 1 ക്ലോറിന്റെ അറ്റോമിക മാസ് 35.5 ആണ്. ഓക്കെ. ഓക്സിജന്റെ അറ്റോമിക മാസ് 16. നൈട്രജന്റെ അറ്റോമിക മാസ് 14. ഇനി നിങ്ങൾ പറ, H2Oയുടെ മോളിക്കുലർ മാസ് എത്ര? ഹൈഡ്രജന്റെ മാസ് 1, 2 ഹൈഡ്രജൻ ആകുമ്പോൾ 2 മാസ്. ക്ലോറിന്റെ അറ്റോമിക മാസ് 35.5, മോളിക്കുലർ മാസ് ആകുമ്പോൾ 2 Cl2 35.5 × 2 71. ഓക്സിജന്റെ അറ്റോമിക് മാസ് 16, O2 ആകുമ്പോൾ 32. നൈട്രജന്റെ അറ്റോമിക് മാസ് 14, N2 ആകുമ്പോൾ 28. പറ, ഏതിനാ മോളിക്കുലർ മാസ് കുറവ്? ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് ഹൈഡ്രജൻ നല്ലതുപോലെ വ്യാപിക്കും. മനസ്സിലായോ? ഇതാണ് ഗ്രഹാമിന്റെ എന്താണ് നിയമം എന്ന് പറയുന്നത്. എന്റെ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഏതാണ് വ്യാപന നിരക്ക് കുറവ്? വ്യാപന നിരക്ക് കുറവ് ഏതിനാണോ അതിനെന്താ? മോളിക്കുലർ മാസ് കൂടുതലായിരിക്കണം, അല്ലേ? അപ്പൊ ഒന്ന് ഞാൻ പറയാം. ഓപ്ഷൻ എ ഹീലിയം, ഓപ്ഷൻ ബി ഫ്ലൂറിൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ഓക്സിജൻ. പറ മക്കളെ, പറ. നമുക്കറിയാം ഹീലിയം, ഒരിക്കലും ഹീലിയം He2 ആയിട്ട് നിൽക്കത്തില്ല. കാരണം ഹീലിയം ഒരു അലസവാതകമാണ്. അതുകൊണ്ട് ഹീലിയത്തിന്റെ അല്ലെങ്കിൽ അലസവാതകത്തിന്റെ എല്ലാ മോളിക്യൂൾസ് H തന്നെ, Ne, He2 എന്ന് കാണത്തില്ല. ക്ലിയർ? ഇനി പറ മക്കളെ, ഹീലിയം അറ്റോമിക മാസ് എത്ര? 4. അപ്പൊ മോളിക്കുലർ മാസ് 4, കാരണം H മാത്രമാണ്. ഫ്ലൂറിൻ F2, ഫ്ലൂറിന്റെ അറ്റോമിക് മാസ് 19, F2 ആവുമ്പോൾ 38. F19 അല്ലേ? F19 F2 ആവുമ്പോൾ 38, കാരണം 19 × 2 F2. ഓക്കെ അല്ലേ? നൈട്രജൻ 14, N2 ആവുമ്പോൾ 14 × 2 28. ഓക്സിജൻ 16, O2 ആവുമ്പോൾ 32. പറ, ഇവിടെ ഏതിനാ മോളിക്കുലർ മാസ് കൂടുതൽ? നമുക്കറിയാം ഫ്ലൂറിനാണ്. അതുകൊണ്ടാണ് ഫ്ലൂറിന് വ്യാപന നിരക്ക് കുറവായിരിക്കും. ഏത് നിയമപ്രകാരം? ഗ്രഹാമിന്റെ നിയമപ്രകാരം, അല്ലെ? ഇപ്പൊ എന്താ ഗ്രഹം പറയുന്നത്? പറ. ഒരു വാതകത്തിന്റെ വ്യാപന നിരക്ക് എന്ന് പറയുന്നത് അതിന്റെ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി, സാന്ദ്രതയുടെ സ്ക്വയർ റൂട്ടിന് വിപരീതാനുപാതം. സെറ്റ് ആണെങ്കിൽ അടുത്തതിലോട്ട് കിടക്കാം. ഓക്കെ അല്ലേ? അടുത്ത്, ഒരു അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകൾ വലിപ്പം വർദ്ധിക്കുന്നു. ഏത് നിയമമാണ്? നമുക്കറിയാം, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ. കാരണം അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ മർദ്ദം കൂടുതലായിരിക്കും, അപ്പോൾ വ്യാപ്തം കുറവായിരിക്കും. മുകളിലോട്ട് വരുമ്പോൾ മർദ്ദം കുറയും, വ്യാപ്തം കൂടും. അതാണ് കുമിളയുടെ വലിപ്പം കൂടാൻ കാരണം. നമ്മുടെ ഒരേ ഒരു ആൻസർ, അത് ബോയിൽ നിയമമാണ്. ഇനി അടുത്തത്. ഓക്കെ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? മർദ്ദം സ്ഥിരമാണെങ്കിൽ താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടും, അല്ലെ? ചാൾസിന്റെ TV, ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണല്ലോ. ഏത് നിയമമാണ്? ചാൾസ് നിയമമാണ്. താപനില വർദ്ധിക്കുമ്പോൾ വ്യാപ്തം വർദ്ധിക്കുന്നു. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? നമുക്കറിയാം. നോക്കിയേ, PT ഉഷയ്ക്ക് ലൂസായി, PT ഉഷയ്ക്ക് ലൂസായി, PT ഉഷയ്ക്ക് ലൂസായി,
ഗേ ലൂസാക്ക് PT ഉഷയ്ക്ക് ലൂസായി, PT ഉഷയ്ക്ക് ലൂസായി. ഗേ ലൂസാക്ക് നിയമം നോക്കിയേ മക്കളെ, ഇവിടെ മർദ്ദം കൂടുമ്പോൾ താപനില കൂടുന്നു. കണ്ട, മർദ്ദം കൂടുമ്പോൾ താപനില കൂടുന്നു. ഗേ ലൂസാക്ക് നിയമമാണ്. PT ഉഷയ്ക്ക് ലൂസായി, PT ഉഷയ്ക്ക് ലൂസായി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. ക്വസ്റ്റ്യൻ ആണ്, അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് നമ്മൾ പഠിച്ചതാണ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആയിരിക്കും. എന്ന് വെച്ചാൽ മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു, മർദ്ദം കുറഞ്ഞാൽ തിളനില കുറയുന്നു. പറഞ്ഞ കാര്യമല്ലേ? അപ്പം ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ 100 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ താഴ്ന്ന താപനിലയിൽ തിളയ്ക്കുന്നു, അല്ലെ? കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. കണ്ട, കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യനുകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നീ ക്ലാസ് പ്രയോജനപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.